ഹലോ വെൽക്കം ടു ലേണിനോ. ഇന്നത്തെ വീഡിയോ നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ MCQs ആണ്. ഓക്കെ അപ്പം ഫസ്റ്റ് ഒന്നാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഇസ് ജാവാസ്ക്രിപ്റ്റ്? ഓക്കെ, ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്ക് ആണ്. ജാവാസ്ക്രിപ്റ്റ് ഏത് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്? ഓക്കെ, ഓപ്ഷൻസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, ഒബ്ജക്റ്റ് ബേസ്ഡ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, അപ്പം ആൻസർ ഒബ്ജക്റ്റ് ബേസ്ഡ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന്. ഓക്കെ, അപ്പം നമുക്ക് പക്ഷേ ഓപ്ഷൻസ് ശ്രദ്ധിക്കണം. ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബിക്കോസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അല്ലേ? നമ്മുടെ പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, അബ്സ്ട്രാക്ഷൻ, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം അതിൽ കുറച്ച് ഇത് ജാവാസ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യില്ല. സോ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറയാൻ പാടില്ല. പക്ഷെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ഒപ്പം നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയണം. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല ജാവാസ്ക്രിപ്റ്റ്. സോ അത് നമുക്ക് ഒന്ന് മാറ്റി പറയാം, ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഒബ്ജക്റ്റ് ബേസ്ഡും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡും ഉണ്ടെങ്കിൽ ആൻസർ വിൽ ബി ഒബ്ജക്റ്റ് ബേസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഓപ്ഷൻസ് ജാവാസ്ക്രിപ്റ്റ് ഇസ് എ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ്ഡ് ടു മേക്ക് ദ വെബ്സൈറ്റ് ഇൻറ്ററാക്റ്റീവ്. B. JavaScript is an assembly language used to make the website interactive. JavaScript is a compiled language used to make the website interactive. None of the mentioned. Okay, ഇവിടെ നമുക്കൊരു ഡൗട്ടും വേണ്ട. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് അല്ലേ? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഇൻറ്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പം അത് എപ്പോഴും HTML CSSൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ക്ലയൻറ്റ് സൈഡിലും സെർവർ സൈഡിലും യൂസ് ചെയ്യുന്നുണ്ട് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റിനെ പറ്റി കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? Options: A. JavaScript is an object-based language. B. JavaScript is assembly language. C. JavaScript is object-oriented language. D. JavaScript is high-level language. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ വേറൊരു ടൈപ്പാണ്. ഓക്കെ, ഏതാണ് ശരിയായിട്ടുള്ളത്? അപ്പോൾ ആൻസർ ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, നമ്മുടെ ഊപ്സിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, ഇത് മൂന്നും ജാവാസ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മളത് ഒബ്ജക്റ്റ് ബേസ്ഡ് ആണെന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയണമെങ്കിൽ അവിടെ ഒപ്പം സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയണം. ഇറ്റ്സ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, next question number 4, which of the following object is the main entry point to all client-side JavaScript features and APIs? Okay, from JavaScript features and API, client-side ഉള്ള എല്ലാ JavaScript featuresനും application programming interfacesനും വരുന്ന entry point ആയിട്ടുള്ള ഏറ്റവും important main entry point ആയിട്ടുള്ള object ഏതാണ്? Okay, options: A. Position, B. Window, C. Standard, D. Location. Answer is option B. അപ്പം ജാവാസ്ക്രിപ്റ്റിലെ ക്ലയൻറ്റ് സൈഡ് ഉള്ള എല്ലാ ഫീച്ചേഴ്സും APIസും ആക്സസ് ചെയ്യുന്നത് വിൻഡോ ഓബ്ജക്റ്റിൽ കൂടിയിട്ടാണ്. ഓക്കെ, ആ വിൻഡോ എന്ന് പറയുന്നത് നമുക്കൊരു വെബ് ബ്രൗസറിൻ്റെ വിൻഡോയോ അതിൻ്റെ ഒരു ഫ്രെയിമോ ഒക്കെ ആയിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ എൻട്രി പോയിന്റ് എല്ലാ ക്ലയൻറ്റ് സൈഡിലുള്ള ജാവാസ്ക്രിപ്റ്റ് ഫീച്ചേഴ്സും APIസും നമ്മൾ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് വിൻഡോ ഓബ്ജക്റ്റ് ആണ്. ഓക്കെ, next, fifth question. Where is client-side JavaScript code is embedded within HTML documents? HTML documents ന്റെ ഉള്ളിൽ ഈ client side ഉള്ള JavaScript code embed ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? Okay, options: A. URL that uses the special JavaScript code. B. A URL that uses the special JavaScript protocol. C. A URL that uses a special JavaScript encoding. D. A URL that uses the special JavaScript stack. Okay, answer option B. Protocol, JavaScript protocol എന്ന് പറയുന്ന ആ ഒരു സ്പെഷ്യൽ സ്ക്രിപ്റ്റ് അത് യൂസ് ചെയ്യുന്ന URL-ലാണ് ഈ ക്ലയൻറ്റ് സൈഡ് ജാവാസ്ക്രിപ്റ്റ് കോഡ് എംബെഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 രീതിയിലാണ്. ഇൻലൈൻ ബിറ്റ്വീൻ എ പെയർ ഓഫ് സ്ക്രിപ്റ്റ് ടാഗ്സ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ മുമ്പ് പറഞ്ഞ സ്ക്രിപ്റ്റ് ടാഗ്സിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഓക്കെ, അതല്ലെങ്കിൽ ഫ്രം ആൻ എക്സ്റ്റേണൽ ഫയൽ സ്പെസിഫൈഡ് ബൈ ദ ആട്രിബ്യൂട്ട് ഓഫ് എ സ്ക്രിപ്റ്റ് ടാഗ്. ഓക്കെ, അപ്പോൾ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിൽ നമുക്കൊരു സോഴ്സ് ആട്രിബ്യൂട്ട് ആയിട്ട് എക്സ്റ്റേണൽ ഫയൽ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ,
മൂന്നാമത്തത് ഇപ്പോൾ HTML ഈവൻ ഹാൻഡ്ലർ ആട്രിബ്യൂട്ട്, അപ്പോൾ അതായത് ഓൺ ക്ലിക്ക് അല്ലെങ്കിൽ ഓൺ മൗസ് ഓവർ എന്നൊക്കെ പറയുന്ന ഈവൻ ഹാൻഡ്ലർ ആട്രിബ്യൂട്ട്സ് ഉണ്ട് HTML, അതിൽ കൊടുക്കാം. ഓക്കെ, അതും അല്ലെങ്കിൽ നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള പോലെ ഒരു URL കൊടുക്കാം. ഓക്കെ, URL കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് ആ ഒരു സ്പെഷ്യൽ ജാവാസ്ക്രിപ്റ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, 4 തരത്തിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഓപ്ഷനിലുള്ളത് ജാവാസ്ക്രിപ്റ്റ് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് 6th, which of the following explains correctly what happens when a JavaScript program is developed on a Unix machine? ഒരു യുണിക്സ് മെഷീനകത്ത് ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുന്നത് എന്ന് കറക്റ്റ് ആയിട്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓക്കെ, ഓപ്ഷൻസ്: will work perfectly well on a Windows machine, B will be displayed as JavaScript text on the browser, C will throw errors and exceptions, D must be restricted to a Unix machine only. Okay, അപ്പോൾ ഒരു യുണിക്സ് മെഷീനകത്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് പ്രോഗ്രാം ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അപ്പോൾ അതൊരു വിൻഡോസ് മെഷീനിലാണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇപ്പോൾ ഒരു യുണിക്സ് മെഷീനിൽ ഡെവലപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് യുണിക്സ് മെഷീനിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നില്ല. അപ്പം ഇത് തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു എ യുണിക്സ് മെഷീൻ ഓൺലി. അതുപോലെ തന്നെ അതൊരു വിൻഡോസ് മെഷീനിൽ വർക്ക് ചെയ്തു എന്ന് കരുതി അവിടെ എറേഴ്സ് ആൻഡ് എക്സെപ്ഷൻസ് ഒന്നും വരില്ല. സോ അതും തെറ്റാണ്. ഓക്കെ, അതൊരു ടെക്സ്റ്റ് മാത്രമായിട്ടല്ല കാണുന്നത്, അത് വിൻഡോസ് മെഷീനിൽ കറക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. കാരണം ജാവാസ്ക്രിപ്റ്റ് നമുക്ക് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു യുണിക്സിൽ ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് വിൻഡോസിലും വർക്ക് ചെയ്യും. കാരണം വിൻഡോസും യുണിക്സും നമുക്കറിയാം അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. What is the basic difference between a JavaScript and Java? ഒരു ജാവയും ജാവാസ്ക്രിപ്റ്റും ഇപ്പോൾ 2 ലാംഗ്വേജസ് ആണ്. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഓക്കെ, ഓപ്ഷൻസ്: A functions are considered as fields, B functions are values and there is no hard distinction between methods and fields, C variables are specific, D there is no difference. ഓക്കെ, അപ്പം ജാവ എന്ന് പറയുന്നത് നമുക്കറിയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിലോ ഒബ്ജക്റ്റ് ഓറിയന്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഒബ്ജക്റ്റ് ബേസ്ഡ് ലാംഗ്വേജ് ഓർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫങ്ഷൻസ് എല്ലാം തന്നെ വാല്യൂസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മെത്തേഡ്സ് ഒന്നും തന്നെ ക്ലിയർ ആയിട്ട് ഡിഫൈനും ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ അവിടെ നോ ഹാർഡ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മെത്തേഡ്സ് ആൻഡ് ഫീൽഡ്സ്. ഓക്കെ, അതുപോലെ തന്നെ ഫങ്ഷൻസ് ആർ വാല്യൂസ്. അപ്പോൾ ഇതാണ് ആൻസർ, ഓപ്ഷൻ ബി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. Why JavaScript engine is needed? Okay, JavaScript engine ആവശ്യം എന്താണ്? Okay, options: both compiling and interpreting the JavaScript, B parsing the JavaScript, C interpreting the JavaScript, D compiling the JavaScript. Answer is option C, interpreting the JavaScript. Okay, അപ്പം JavaScript engine or JS engine എന്ന് പറയുന്നത് JavaScript interpret ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ JavaScript പാർസ് ചെയ്ത് നമുക്ക് വെബ് പേജിൽ ഇന്റർപ്രറ്റ് ചെയ്ത് അതിനെ റൺ ചെയ്യിപ്പിക്കാനാണ് JavaScript engine or JS engine. Okay, question number 9. Which of the following is not a framework? Okay, അപ്പം JavaScript framework അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: A javascript.net, B javascript, C coco.js, D jQuery. ഓക്കെ, അപ്പം ആൻസർ ഓപ്ഷൻ ബി ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ബാക്കിയെല്ലാം അതിൻ്റെ ഫ്രെയിംവർക്ക് തന്നെയാണ്. javascript.net, ദെൻ JS എന്ന് കൂടെ വന്നിട്ടുണ്ട്, നമുക്കറിയാം അത് ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക് ആണെന്ന്. jQuery എന്ന് പറയുന്നത് വെബ് ഡെവലപ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ്. ഓക്കെ, question number 10. Which of the following is the property that is triggered in response to JS errors? Okay, JavaScript errors വരുമ്പോൾ അതിന് റെസ്പോൺസ് ആയിട്ട് ട്രിഗർ ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണ്? ഓപ്ഷൻസ്: A on click, B on error, C on message, D on exception. Okay, ആൻസർ ഓപ്ഷൻ ബി ഓൺ എറർ. ഓൺ എറർ പ്രോപ്പർട്ടി വിൻഡോ ഒബ്ജക്ട്സിന്റെ ഓൺ എറർ പ്രോപ്പർട്ടി ആണ് ഇത്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് ട്രിഗർ ചെയ്യുന്ന ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ എറർ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. താങ്ക് യു.